ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എപ്പിസോഡ് 5ഉം എപ്പിസോഡ് 6ഉം ആയിരുന്നു കണ്ടിട്ടുണ്ടായത്. അതിൽ 5ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ നെല്ലയുടെ കാഴ്ചപ്പാടിലായിരുന്നു ആ ഒരു എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുണ്ടായത്. അതുപോലെ തന്നെ 6ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് തികച്ചും 5 എപ്പിസോഡുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടായിരുന്നു 6ാമത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായത്. അതായത് ആ ഒരു നെല്ലയുടെ ഫ്യൂണറൽ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വന്ന 4 മക്കളും അതുപോലെ തന്നെ ഹ്യൂഗ് എന്ന് പറഞ്ഞ അവരുടെ അച്ഛനും എന്ത് സംഭവിച്ചുവെന്ന് പാസ്റ്റും പ്രസന്റുമായിട്ടുള്ള കാര്യങ്ങളിലൂടെയായിരുന്നു ഒരുമിച്ചായിരുന്നു നമ്മൾ 6ാമത്തെ എപ്പിസോഡ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ ലൂക്ക് ആകട്ടെ വന്നിട്ട് നമ്മുടെ നെല്ലയുടെ ബോഡിമേ തൊട്ട് നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മുടെ നെല്ലയുടെ ബോഡിയുടെ അവിടെ ആ ഒരു കഴുത്തൊഴിഞ്ഞിട്ടുള്ള നെല്ല അവിടെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ അവസാനിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ ഒത്തിരിയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ബാക്കി വെച്ചിട്ടായിരുന്നു ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായത്. ആ ഒരു ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹ്യൂഗ് വന്നിട്ട് നമ്മുടെ നെല്ലയുടെ അടുത്തേക്ക് ആ ഒരു ടൈം വാച്ച് കൊടുത്തതിന് ശേഷം അവൻ്റെ ദേഹത്ത് മുഴുവനും ചോരയായിട്ട് ആ ഒരു പോലീസുകാരുടെ വണ്ടിയിൽ കയറി എങ്ങോട്ടാണ് പോയതെന്നും തുടർന്ന് ആ ഒരു ഹിൽ ഹൗസിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് അവർ ആ ഒരു വീട് വിട്ടിട്ട് രാത്രി നമ്മുടെ ഹ്യൂഗ് ആകട്ടെ ആ ഒരു 5 മക്കളെയും കൂട്ടിയിട്ട് ഒരു മറ്റൊരു വീട്ടിലേക്ക് വന്നതെന്നും എന്തുകൊണ്ടാണ് ഒലിവിയനെ കൊണ്ടുവരാത്തതെന്നും അങ്ങനെ ഒത്തിരിയും ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 7ഉം 8ഉം എപ്പിസോഡാണ് നമ്മൾ മെയിനായിട്ടും കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ആദ്യത്തെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കാണുന്നത് ആ ഒരു പാസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് അന്ന് ഹ്യൂഗിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ഒത്തിരിയധികം കാര്യങ്ങൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു ഹിൽ ഹൗസിൽ നിന്നും ഇവിടേക്ക് വന്നതെന്നും നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും ആ ഒരു ഹിൽ ഹൗസിൽ എന്താണ് ഉണ്ടായതെന്നും നിങ്ങളുടെ കുട്ടികളെ എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോയതെന്നും അങ്ങനെ തുടങ്ങിയ ഒത്തിരിയധികം സംശയങ്ങൾ നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് ആ ഒരു പോലീസുകാർ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് ആകട്ടെ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നു. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പ്രസന്റ് ഡേ ആണെങ്കിൽ വന്നത്. ഇപ്പോൾ നമ്മുടെ പ്രസന്റ് ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂഗ് ആകട്ടെ നമ്മുടെ നെല്ലയുടെ ഫ്യൂണറൽ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി നല്ല പോലെ അങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹ്യൂഗ് ആകട്ടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഓടിക്കളിക്കുന്നുണ്ട്. അങ്ങനെ അവൻ നല്ലപോലെ പ്രോപ്പർ ഡ്രസ്സൊക്കെ ചെയ്തതിനു ശേഷം നമ്മുടെ ഷേളിയുടെ അടുത്തേക്ക് ചെല്ലാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഷേളിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷേളിയുടെ കുട്ടികൾ അവിടെ ഇരുന്നിട്ട് എഴുതുന്നും ഫുഡ് കഴിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് വന്നിട്ട് അവരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ കെവിൻ, അതായത് നമ്മുടെ ഷേളിയുടെ ഹസ്ബൻഡ് കടന്നു വരുന്നു. അപ്പോൾ നമ്മുടെ ഷേളിക്കാകട്ടെ വളരെയധികം ദേഷ്യം വരികയും എനിക്ക് നിന്നെ കാണണ്ട, ഈ വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കെവിൻ്റെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗും ഇതൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് ആകട്ടെ ഇനി കെവിനെ ആശ്വസിപ്പിക്കുന്നു, നമ്മുടെ ഷേളിയെ ആശ്വസിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ഷേളിയുടെ അടുത്ത് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഷേളി പറയുകയാണ്, എൻ്റെ അടുത്തൊന്നും പറയേണ്ട അച്ഛ, വേണമെങ്കിൽ ചെന്നിട്ട് ഫ്ലോറയുടെ അടുത്ത് നല്ലപോലെ സംസാരിച്ച് അവൾക്ക് നല്ലൊരു ഉപദേശം കൊടുക്കുക, അവൾക്ക് അതിനൊരു കുറവുണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ നല്ലപോലെ ചീത്ത പറയുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗിനാകട്ടെ വളരെയധികം വിഷമമാവുന്നു. അങ്ങനെ നമ്മുടെ ഹ്യൂഗ് അവിടെ നിൽക്കുന്ന സമയത്ത് അവന് തൊട്ടടുത്തായിട്ട് ഒലിവിയ വന്നിട്ട് ഓരോന്നിങ്ങനെ പറയുന്നത് കേട്ട് നമ്മുടെ ഹ്യൂഗിന് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിനെ അവൻ സ്വയം മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടുന്ന് ഈ സീൻ കട്ട് ചെയ്തിട്ട് പാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. ആ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹ്യൂഗും അതുപോലെ തന്നെ ആ ഒരു ഹിൽ ഹൗസിലെ കെയർ ടേക്കറും കൂടിയിട്ട് അന്ന് നല്ലപോലെ കാറ്റും മഴയും പെയ്തതുകൊണ്ട് തന്നെ ഒത്തിരിയധികം ചില്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ഒരു ചില്ലുകളുടെ അടുത്തൊക്കെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇതൊക്കെ നല്ലപോലെ മാറ്റണമെങ്കിൽ നല്ല കാശൊക്കെ തന്നെയാവും എന്നൊക്കെ പറഞ്ഞ് കെയർ ടേക്കറിനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടേക്ക് നമ്മുടെ സ്റ്റീവ് ഓടി വന്നിട്ട് അച്ഛ ഈ ചുമരൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ലപോലെ കുതിർന്നിട്ട് പൊള്ളച്ച പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗും വന്നിട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു ചുമരൊക്കെ മഴ കൊണ്ട് നനഞ്ഞ് ആകെ കുതിർന്ന് പൊള്ളച്ച പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ വീടിൻ്റെ എവിടെയൊക്കെയാണ് ഇതുപോലെ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പെയിന്റ് എടുത്തിട്ട് ആ ഒരു ഭാഗമൊക്കെ മാർക്ക് ചെയ്തിട്ട് അവ അങ്ങനെ നടക്കുന്നു. അങ്ങനെ ഒത്തിരിയധികം സ്ഥലത്തൊക്കെ ഇതുപോലെ പൊള്ളച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരു സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ ആ ഒരു ചുമര് പൊട്ടിയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് വളരെയധികം ഇരുട്ടായതുകൊണ്ട് തന്നെ ഒന്നും തന്നെ കാണാൻ പറ്റുന്നുണ്ടാവുകയില്ല. ശരി, ഒരു ഫോട്ടോ എടുത്തു നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു ക്യാമറ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വയസ്സായ സ്ത്രീയെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, ആ ഒരു സ്ത്രീയുടെ നിഴലായിരിക്കും ആ ഒരു ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് വളരെയധികം പേടിയാവുന്നു. ഇനി ഇത് ആരാണെന്നൊക്കെ മനസ്സിലാകാതെ അവരിങ്ങനെ നിൽക്കുന്നു. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പ്രസന്റ് ചെയ്യാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹ്യൂഗ് വന്നിട്ട് ഇനി ഫ്ലോറയുടെ അടുത്ത് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫ്ലോറയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലോറയാകട്ടെ ഇന്നലത്തെ സംഭവത്തെ പറ്റി നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ നല്ലപോലെ കുടിച്ചിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൺട്രോളേ ആയിരുന്നില്ല, അതുകൊണ്ടായിരുന്നു ഞാൻ കെവിൻ്റെ മേത്ത് കയറി വീണതും, അതുകൊണ്ട് നമ്മുടെ ഷേളി എന്നെ തെറ്റിദ്ധരിച്ചതൊക്കെ പറഞ്ഞിട്ട് വളരെയധികം സാഡായിട്ട് നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് ആകട്ടെ ശരി, അത് വീട്ടിൽ അത് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫ്ലോറയുടെ അടുത്ത് പറയുന്നു. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഹ്യൂഗിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹ്യൂഗ് വന്നിട്ട് നമ്മുടെ ഒലിവിയുടെ അടുത്ത് വന്നിട്ട് ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു വീട്ടിലെ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ നാശമായതുകൊണ്ട് തന്നെ ഇനി അതൊക്കെ വീണ്ടും ശരിയാക്കി എടുക്കണമെങ്കിൽ ആ ഒരു വീടിൻ്റെ ബ്ലൂ പ്രിന്റ് കിട്ടിയാൽ മതിയാകും. പോരാതെ തന്നെ നമ്മുടെ ഒലിവിയയ്ക്ക് ഇത്തരം ബ്ലൂ പ്രിന്റ് ഒക്കെ വരച്ച് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒലിവിയ ഒരു ബ്ലൂ പ്രിന്റ് വരയ്ക്കുകയും അവൻ അത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് വന്നിട്ട് അത് നോക്കുന്ന സമയത്ത് അത് മുഴുവനായിട്ടും തെറ്റായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂഗ് ഒലിവിയനെ വളരെയധികം വഴക്ക് പറയുകയും ഇത് മാറ്റി വരയ്ക്കാനൊക്കെ ആയിട്ട് പറയുന്നു. അങ്ങനെ നമ്മുടെ ഒലിവിയ ഓക്കെ, ഞാൻ നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട, ഞാൻ വരച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബ്ലൂ പ്രിന്റ് അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടേക്ക് ആ ഒരു പൈപ്പ് ലൈൻ ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് അവിടേക്ക് കടന്നു വരുന്നു. അങ്ങനെ അയാൾ നമ്മുടെ ഹ്യൂഗ് കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ആ ഒരു ഭിത്തിയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്ന
കഴിയുന്ന ഭാഗങ്ങളൊക്കെ നമ്മുടെ ഹ്യൂഗ് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുകയാണ് ഈ വീട്ടിൽ എവിടെയോ പൈപ്പ് ലൈൻ ബ്ലോക്ക് ചെയ്തിട്ട് ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് പറയുന്നു. എന്നാൽ നമ്മുടെ ഹ്യൂഗ് പറയുകയാണ് അങ്ങനെ ഒരു സംഭവം നടക്കാൻ ചാൻസ് ഇല്ല, കാരണം ഈ വീട് മൊത്തം ഞാൻ പരിശോധിച്ച് നോക്കിയതാണ്, ആകെ ഒരു ചുവന്ന മുറി മാത്രമാണ് പരിശോധിച്ച് നോക്കാത്തത്, അവിടെ വെച്ച് ബാക്കി എല്ലായിടത്തും ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടും അങ്ങനെ ഒരു ലീക്കേജ് ഞാൻ കണ്ടിട്ടില്ല എന്ന് അയാളുടെ അടുത്ത് പറയുന്നു. എന്നാൽ അയാൾ അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചെറിയൊരു വാക്ക് തർക്കം പോലെ ആകുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് പറയുകയാണ് ശരി, ഞാനിത് ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തോളാം, നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പ്രസന്റ് ഡേ ആണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹ്യൂഗ് വന്നിട്ട് നമ്മുടെ സ്റ്റീവിൻ്റെ ഭാര്യയുടെയും സംസാരം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നും അവർ പിണക്കത്തിലാണെന്നൊക്കെ നമ്മുടെ ഹ്യൂഗിന് അവരെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ഫ്യൂണറൽ ഹോമിൽ വെച്ചിട്ട് നമ്മുടെ സ്റ്റീവ് വന്നിട്ട് നമ്മുടെ ഷേലിയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാനും എൻ്റെ ഭാര്യ പിണക്കത്തിലാണെന്നൊക്കെ പറയുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീവിൻ്റെ ഭാര്യ ആകട്ടെ അവനോട് വഴക്കിട്ടിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനൊക്കെയായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് ചെന്നിട്ട് അവളെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്ന സമയത്ത് അവളാകട്ടെ വളരെയധികം കരഞ്ഞുകൊണ്ട് നമ്മുടെ ഹ്യൂഗിനെ കെട്ടിപ്പിടിച്ച് വളരെയധികം സാഡായിട്ട് അവിടെ നിൽക്കുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ ഹ്യൂഗ് ചെന്നിട്ട് നമ്മുടെ ലൂക്കിൻ്റെ അടുത്താണ് ചെന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ലൂക്ക് ആകട്ടെ വളരെയധികം ഒറ്റപ്പെട്ട് വളരെയധികം സാഡായിട്ടാവും അവിടെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് ചെന്നിട്ട് പറയും നീ വിഷമിക്കൊന്നും വേണ്ട, നീ 90 ദിവസം ഡ്രഗ്സ് എടുക്കാതിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ നമ്മുടെ നെല്ലയുടെ ആത്മാവിനെ നിന്നെ ഓർത്ത് വളരെയധികം സന്തോഷമായിട്ടാവും ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാനൊക്കെയായിട്ട് ശ്രമിക്കുന്നു. ഈ ഒരു സീനിൽ പോലും നമ്മുടെ ഹ്യൂഗിന് തൊട്ട് പിന്നിലായിട്ട് നമ്മുടെ ഒലിവിയ ഇരുന്നിട്ട് അവനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനൊക്കെയായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഫ്ലോർ അവിടേക്ക് കടന്നു വരുന്നു. അവളുടെ തൊട്ട് പിന്നാലെ അവളുടെ ലെസ്ബിയൻ ഗേൾ ഫ്രണ്ടും അവളുടെ പിന്നാലെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലോറെ ആകട്ടെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ ഒത്തിരിയധികം ശകാരിക്കുന്നുണ്ട്. നിന്നോട് ആരടി പരിപാടിക്ക് വരാൻ പറഞ്ഞത്, ഇതെൻ്റെ അനിയത്തിയുടെ ഒരു മരണച്ചടങ്ങാണ്, നിന്നെ ആരും ഇവിടേക്ക് വിളിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ കെട്ടിയൊരുങ്ങി വന്നതെന്നൊക്കെ പറഞ്ഞ് അവൾ ഒത്തിരിയധികം കളിയാക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ സ്ത്രീ അവിടേക്ക് വരുന്നുണ്ട്. അത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒലിവിയുടെ മരണത്തിന് ശേഷം ഈ ഒരു 5 മക്കളിനെ എടുത്തു വളർത്തിയതൊക്കെ ആ ഒരു വയസ്സായ സ്ത്രീയായിരുന്നു. ഇപ്പോൾ ആ ഒരു സ്ത്രീ നമ്മുടെ നെല്ല് മരിച്ചു എന്ന വാർത്ത അറിഞ്ഞിട്ടാണ് അവിടേക്ക് വന്നത്. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പാസ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹിൽ ഹൗസിൽ ഒത്തിരിയധികം സ്ഥലങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നില്ലേ. ആ ഒരു ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പെയിന്റ് അടിക്കാനൊക്കെയായിട്ട് നമ്മുടെ ഹ്യൂഗും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീവും കൂടിയിട്ട് നല്ലപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് പെയിന്റ് അടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒലിവിയ ആ ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് കടന്നു വരുന്നു. എന്നിട്ട് ആ ഒരു ബ്ലൂ പ്രിന്റ് നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് ചെന്നിട്ട് ആ ഒരു ബ്ലൂ പ്രിന്റ് തുറന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു വീടിൻ്റേതായിരുന്നില്ല ആ ഒരു ബ്ലൂ പ്രിന്റ്. അപ്പോൾ നമ്മുടെ ഹ്യൂഗിന് വളരെയധികം ടെൻഷനായിട്ട് അവളെ നോക്കുന്നു. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പ്രസന്റ് ഡേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്യൂണറൽ ചടങ്ങിൽ വെച്ചിട്ട് നമ്മുടെ നെല്ലയെ പറ്റിയിട്ട് നല്ല വാക്കുകൾ സംസാരിക്കാനായിട്ട് നമ്മുടെ ഷേലി അവിടെ നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം അവളുടെ സീറ്റിലേക്ക് അവൾ കടന്നു പോയിരിക്കുന്നു. ഇപ്പോൾ അതിനുശേഷം ആരാണ് വരാൻ പോകുന്നതെന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലൂക്ക് ആകട്ടെ ഒരു മടിയും കാണിക്കാതെ അവരുടെ മുമ്പിലേക്ക് ചെന്നിട്ട് ഒരു കാര്യം പറയുകയാണ്. അതായത് ഈ 90 ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ക്യാമ്പിലേക്ക് ആക്കിയിട്ടുള്ളത് ഈ ഒരു നെല്ലയായിരുന്നു. അപ്പോൾ ഇവളെൻ്റെ സഹോദരി മാത്രമായിരുന്നില്ല, ഇവളെൻ്റെ അമ്മയെ പോലെയായിരുന്നു. എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നീ ഇപ്പോൾ എൻ്റെ അനിയനെയല്ല, ഈ ഒരു 90 ദിവസം കഴിഞ്ഞിട്ട് നീ തിരിച്ചു വരുമ്പോൾ നീ എൻ്റെ അനിയനായിട്ട് തിരിച്ചു വായോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ക്യാമ്പിലേക്ക് ആക്കിയതെന്ന് അവൻ വളരെ ഹാപ്പി ആയിട്ട് പറയുന്നു. ഇപ്പോൾ ഞാൻ ആ ഒരു 90 ദിവസം ഡ്രഗ്സ് ഒഴിവാക്കിയിട്ട് അവളുടെ അനിയനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ നെല്ലയാകട്ടെ ഇപ്പോൾ എന്നെ കാത്തിട്ടില്ല, അവളിനോട് എനിക്ക് വളരെയധികം വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ സാഡായിട്ടാണ് അവൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹ്യൂഗ് വന്നിട്ട് ആ ഒരു ബ്ലൂ പ്രിന്റിൻ്റെ കാര്യം ആ ഒരു കെയർ ടേക്കറിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ആ ഒരു കെയർ ടേക്കറായിട്ട് ഇടയ്ക്കൊക്കെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹിൽ ഹൗസിലേക്ക് വരാറുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം നമ്മുടെ ഹ്യൂഗ് വന്നിട്ട് നമ്മുടെ കെയർ ടേക്കറിൻ്റെ അടുത്ത് പറയുന്നത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ കെയർ ടേക്കറിന് പന്തികേട് തോന്നുകയും അവൻ്റെ അടുത്ത് പറയുന്നു നിങ്ങൾ ഈ ഒരു ഹിൽ ഹൗസിൽ നിൽക്കുന്നത് സേഫേ അല്ല, കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹ്യൂഗിന് ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് ചോദിക്കും എന്താണ് ഈ ഒരു വീടിന് കുഴപ്പമെന്നൊക്കെ നമ്മുടെ കെയർ ടേക്കറിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കെയർ ടേക്കർ പറയും ഞാനും എൻ്റെ ഭാര്യയും കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ഹിൽ ഹൗസിലേക്ക് ജോലി ചെയ്യാനായിട്ട് വരുന്നത്. അന്ന് ഞങ്ങൾക്കൊരു മകളുണ്ടായിരുന്നു, ആകെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ ഈ ഒരു ഹിൽ ഹൗസിൽ വെച്ചിട്ട് പനി വന്നിട്ടായിരുന്നു മരിച്ചത്. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവളുടെ മരണത്തിന് ശേഷം എൻ്റെ ഭാര്യ ഇവിടെ വെച്ചിട്ട് കുറേ കുട്ടികളുടെ ശബ്ദം അവിടെയും ഇവിടുന്നൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. എന്നാൽ ഞാനത് അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നെ വേറൊരു ദിവസം ഞാനും ആ ഒരു ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയെന്നൊക്കെ നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് വളരെയധികം ടെൻഷൻ അടിച്ച് പേടിയോട് കൂടിയിട്ടായിരുന്നു നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂഗിന് വളരെയധികം പേടിയാകുന്നു. എന്നിട്ട് അവൻ ആ ഒരു ബ്ലൂ പ്രിന്റ് ഒരു ഡ്രോയറിൽ കൊണ്ടുവയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഡ്രോയറിലാകട്ടെ അതുപോലെ ഒത്തിരിയധികം ബ്ലൂ പ്രിന്റ് വരച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ബ്ലൂ പ്രിന്റും ഇതുപോലെ തന്നെ മിസ്റ്റേക്ക് നിറഞ്ഞതായിരുന്നു. അപ്പോൾ നമ്മുടെ ഒലിവിയ വരച്ചതായിരുന്നു ആ ഒരു ബ്ലൂ പ്രിന്റുകളൊക്കെ. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പ്രസന്റ് ഡേയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നെല്ലയുടെ ബോഡി ഇപ്പോൾ സെമിത്തേരിയിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് എല്ലാവരും കൂടിയിട്ട് പുറത്തിറങ്ങി പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാറിലൊക്കെ കയറി പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷേളിയുടെ കുട്ടികളിലൊക്കെ ആയിട്ട് ഒരു കാറിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ ഒരു കാറിൽ നമ്മുടെ ഫ്ലോർ ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ വരുന്നില്ല, ഞാൻ എൻ്റെ പപ്പയുടെ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞ്
ഷേർലി ആ ഒരു ഡോർ അവിടെ തന്നെ അടച്ചിട്ട് നമ്മുടെ ആ ഒരു ഹ്യൂഗിൻ്റെ കാറിൽ കയറുന്നു. ഇപ്പോൾ ആ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹ്യൂഗ് നമ്മുടെ ഷേർലി ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ പോയിട്ട് ഫ്ലോറയെ കണ്ടിരുന്നു, അവളുടെ ഭാഗത്താണ് തെറ്റ്, നമ്മുടെ കെവിൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല, നീ അവളിനായിട്ട് സംസാരിക്കണം, അവൻ നിരപരാധിയാണെന്നൊക്കെ നമ്മുടെ ഷേർലിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഷേർലി ആകട്ടെ ഇതൊന്നും കേൾക്കാത്ത പോലെ അവിടെ ഒറ്റയ്ക്ക് മിണ്ടാതിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഹ്യൂഗ് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് തൊട്ട് പിന്നിലായിട്ട് നമ്മുടെ ആ ഒരു കാറിൻ്റെ ബാക്ക് സീറ്റിലായിട്ട് ഒലിവിയ ഇരിക്കുന്നതൊക്കെ ആയിട്ട് നമ്മുടെ ഹ്യൂഗിനെ കാണുന്നുണ്ട്. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹ്യൂഗ് ആകട്ടെ നമ്മുടെ സ്റ്റീവും കൂടിയിട്ട് ഒരു വലിയ ഫാൻ ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആ ഒരു ഫാൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചുമരിലുള്ള ഈർപ്പമൊക്കെ വലിച്ചെടുക്കാനായിരുന്നു ആ ഒരു ഫാൻ അവിടേക്ക് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ആ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂഗ് വന്നിട്ട് സ്റ്റീവിനോട് ആ ഒരു സ്വിച്ചൊക്കെ മേലേക്ക് പ്രസ് ചെയ്യാനായിട്ട് പറയുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഫാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുകയും എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഹ്യൂഗിൻ്റെ കൈ കട്ടാവാതെ എന്തൊക്കെ മുറിഞ്ഞുകൊണ്ട് ചോരയൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് നമ്മുടെ സ്റ്റീവിനെ വളരെയധികം ചീത്ത പറയുന്നു. എങ്കിലും നമ്മുടെ ഹ്യൂഗിൻ്റെ മനസ്സിൽ ആ ഒരു പറഞ്ഞ കഥകളെ പറ്റിയും നമ്മുടെ ആ ഒരു ഹിൽ ഹൗസിലുള്ള ആ ഒരു ചുവന്ന ഡോറിനെ പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ, ആ ഒരു ചുവന്ന ഡോറാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹ്യൂഗ് അവിടേക്ക് പോയിട്ട് ആ ഒരു ചുവന്ന ഡോർ തല്ലിപ്പൊളിക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ഒരു ചിറ്റികയൊക്കെ എടുത്തിട്ട് അവൻ തല്ലിപ്പൊളിക്കാനായിട്ട് ടപ്പാന്നൊക്കെ അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ചിറ്റിക തെറിച്ച് അവൻ്റെ കൈമ വന്ന് അടിക്കുകയും അവൻ്റെ കൈ വളരെയധികം വേദന എടുക്കുകയും ചെയ്യുന്നു. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പ്രസന്റ് ഡേയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നെല്ലയുടെ ബോഡി ആ ഒരു സെമിത്തേരിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മുടെ സ്റ്റീവും അതുപോലെ തന്നെ ഹ്യൂഗൊക്കെ കുറച്ച് മൺതരി എടുത്തിട്ട് ആ ഒരു ശവപ്പെട്ടിയുടെ മുകളിലേക്ക് ഇടുന്നു. അങ്ങനെ നമ്മുടെ ലൂക്ക് വന്നിട്ട് കുറച്ച് മൺതരി എടുത്തിട്ട് ഇടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവൻ്റെ തൊട്ട് മുന്നിലായിട്ട് ആ ഒരു കഴുത്തൊടിഞ്ഞിട്ടുള്ള നെല്ല, പ്രേതം പോലെ തന്നെ എല്ലാം അവനെ നോക്കിയിട്ട് ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നു. തൊട്ട് പിന്നിലായിട്ട് അവൻ താഴേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ശവപ്പെട്ടി വെച്ചുകൊടുത്ത് അവൻ്റെ അമ്മ, അതായത് ഒലിവിയുടെ പ്രേതം വന്നിട്ട് അവനെ കൈ പിടിച്ചിട്ട് വാ മകനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ശവപ്പെട്ടിയുടെ ഉള്ളിലേക്ക് വലിക്കുന്നു. പെട്ടെന്ന് തന്നെ അവന് വീഴാൻ പോകുന്ന പോലെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സ്റ്റീവ് വന്നിട്ട് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നു, എന്താണ് പറ്റിയത്, എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ എൻ്റെ അമ്മേനെ കണ്ടു, ഞാൻ നമ്മുടെ നെല്ലയെ കണ്ടു, എൻ്റെ അമ്മ വന്നിട്ട് വാടാ മകനെ എന്നിട്ട് ആ ഒരു ശവപ്പെട്ടിയിലേക്ക് വലിക്കുന്ന പോലേക്ക് തോന്നിയല്ലോ എന്നൊക്കെ സ്റ്റീവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റീവ് പറയാണ്, ഇതൊക്കെ ഒരു കോൺഷ്യസ് മൈൻഡിലായിട്ട് നീ ചിന്തിക്കുക, ഇതൊക്കെ ഒരു ഇലൂഷനാണ്, നീ അതുപോലെ തന്നെ കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ സീൻ കട്ടായിട്ട് പാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹ്യൂഗ് ആകട്ടെ നല്ല പോലെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്തോ കണ്ടിട്ട് അവൻ എഴുന്നേക്കുന്ന സമയത്ത് അവൻ കഴുത്തിൻ്റെ അവിടെയായിട്ട് ആ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അവൻ മേത്ത് കയറി ഇരിക്കുന്നതൊക്കെയായിട്ട് അവൻ കാണുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒലിവി ആയിരുന്നു. അപ്പോൾ അവനാവട്ടെ പറയും, എടി പാവി നീ എന്നെ കൊല്ലാൻ നോക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ വളരെയധികം ദേഷ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഒലിവി ആകട്ടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നിട്ട് സോറി, ഞാൻ എൻ്റെ അബോധാവസ്ഥയിലായിരുന്നു, ഞാൻ സ്വപ്നം കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് ആകട്ടെ അവളെ കൊണ്ടുപോയിട്ട് അവൾ വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്ലൂ പ്രിൻ്റൊക്കെ അവൾക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു ഒലിവി പറയും, ഇതൊന്നും ഞാൻ വരച്ചതല്ല, ഇതൊക്കെ മറ്റാരോ വരച്ചതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് പറയും, ഇതൊന്നും എൻ്റെ കുഴപ്പമല്ല, ഇതൊക്കെ ഈ ഒരു ഹിൽ ഹൗസിൻ്റെ കുഴപ്പമാണ്, നീ കുറച്ച് ദിവസം എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് മാറി നിൽക്കുക, അപ്പോൾ നിനക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ മാറി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇവിടുത്തെ ഈ സീൻ കട്ടായിട്ട് വീണ്ടും പ്രസന്റ് ഡേയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് നമ്മുടെ ലൂക്ക് വന്നിട്ട് നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അച്ഛാ ഞാനിവിടെ നിൽക്കുന്നില്ല, എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ നേരെ ആ ട്രീറ്റ്മെൻറ്റ് ക്യാമ്പിലേക്ക് പോയിട്ട് കുറച്ച് കാലം കൂടി ഡ്രഗ്സ് എടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ നമ്മുടെ ഹ്യൂഗിനാകട്ടെ ഇവൻ എന്താണ് ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പാസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹ്യൂഗ് ആകട്ടെ ആ ഒരു ഹിൽ ഹൗസ് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബ്രിക്ക് പൊട്ടിയിരിക്കുന്നതൊക്കെയായിട്ട് അവൻ കാണുന്നു. അപ്പോൾ ഇതാരാണ് പൊട്ടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ കണ്ടിട്ട് അവൻ പേടിച്ച് താഴേക്ക് വീഴുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്താണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീഞ്ഞറിഞ്ഞിട്ടുള്ള ഒരു ശവമാണ് അവൻ അതിൻ്റെ ഉള്ളിൽ കണ്ടത്. അപ്പോൾ അത് ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരു 10 അടി 20 അടി വലിപ്പമുള്ളൊരു മനുഷ്യൻ ഒരു താഴത്ത് തൊടാതെ അവരെ ഫോളോ ചെയ്ത് വന്നിരുന്നതായിട്ട് പറഞ്ഞിരുന്നില്ലേ, അയാളുടെ ശവമായിരുന്നു അത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തെ തുടർന്ന് പോലീസുകാരൊക്കെ അവർ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ഒരു പോലീസുകാരൻ വന്നിട്ട് നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഇത് മുമ്പ് തെളിയിക്കപ്പെടാതിരുന്നിട്ടുള്ള ഒരു കേസായിരുന്നു, ഈ ഒരു കേസിൻ്റെ പിന്നാലെ ഞാൻ കുറേ കാലം പോയതാണ്, ഇപ്പോഴാണ് ഈ ഒരു കേസ് തെളിയിക്കപ്പെട്ടത്, ആരും ഇയാളെ കൊന്നിട്ട് ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടതാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പ്രസന്റ് ഡേയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് നമ്മുടെ ഷേർലി വന്നിട്ട് നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അച്ഛൻ്റെ പേഴ്സ് കാണാനില്ല, അച്ഛൻ കണ്ടിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഹ്യൂഗ് പറയും, ഞാൻ ആ പേഴ്സ് കണ്ടിരുന്നില്ല എന്ന് പറയുന്നു. അവൾ തൊട്ട് പിന്നാലെ തന്നെ ഫ്ലോറയും വന്നിട്ട് പറയും, എൻ്റെ കാറിൻ്റെ കീയും കാണാനില്ല, ചിലപ്പോൾ നമ്മുടെ ലൂക്കായിരിക്കും അത് എടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് പറയും, അത് അവൻ എടുക്കാൻ ചാൻസ് ഇല്ല, കാരണം അവൻ കുറച്ച് മുമ്പേ തന്നെ ഇവിടുന്ന് പോയിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലോറ പറയും, അവൻ ഡ്രഗ്സ് ഉപയോഗിക്കാൻ വേണ്ടി കാശിന് വേണ്ടിയായിരിക്കും ഇതൊക്കെ എടുത്തിട്ട് നേരത്തെ പോയിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് പറയും, അവൻ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല, കാരണം അവൻ്റെ മനസ്സ് ഓൾറെഡി കുറ്റബോധം നിറഞ്ഞതാണ്, ഇപ്പോൾ അവൻ പറഞ്ഞത് ട്രീറ്റ്മെൻറ്റ് ക്യാമ്പിലേക്ക് പോകാനാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇവിടെ നിന്നും ഇറങ്ങിയതെന്നൊക്കെ അവരോട് പറയുന്നു. പെട്ടെന്ന് അവർ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് മൺതരികൾ കാണാനൊക്കെ അവർക്ക് പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫ്ലോറ ആവട്ടെ ആ ഒരു മൺതരി ഫോളോ ചെയ്തിട്ട് ഇത് എവിടെ നിന്നാണ് മൺതരി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു ഇരുട്ടുള്ള റൂമിലേക്ക് എത്തുന്നു. പെട്ടെന്ന് ആ ഒരു ഇരുട്ടുള്ള റൂമിലേക്ക് നമ്മുടെ ഹ്യൂഗും പിന്നാലെ പോകുന്നുണ്ടാവും. അവിടെ വെച്ച് നമ്മുടെ ഒലിവിയുടെ ആത്മാവ്, അതായത് പ്രേതം, അവളുടെ പിന്നാലെ പിടിക്കാൻ വേണ്ടി വരുന്നതൊക്കെയായിട്ട് നമ്മൾ ഫ്ലോറയും അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂഗും കാണുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലോറ ഓളിട്ടിട്ട് നിലവിളിച്ചിട്ട് നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്തേക്ക് വീഴുന്നു. എന്നാൽ അവർ വീണ്ടും നോക്കുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹ്യൂഗിനെ അന്ന് ദിവസം പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിട്ട് പോലീസുകാർ ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോലീസുകാർ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ഇത്രയധികം നേരം വൈകിയതെന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ
ഭാര്യ മരിച്ചിട്ട് 3 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു സംഭവം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് പറയും, ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ നേരം വൈകിയത് കാരണം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു സമയം നേരം വൈകിയത്, ഈ ലാഗ് വന്നതെന്നൊക്കെ നമ്മുടെ പോലീസുകാരുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പോലീസുകാർ ചോദിക്കും, നിങ്ങൾ ആ ഒരു ഹിൽ ഹൗസിൽ വെച്ചിട്ട് ആ ഒരു ചുവന്ന ഡോറിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടോ എന്ന് നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് കാണിക്കുന്നത്. അതേ നമ്മുടെ ഹ്യൂഗ് ആകട്ടെ സ്ലോ മോഷനിൽ ഓടി വന്നിട്ട് ആ ഒരു ചുവന്ന ഡോർ തുറന്നിരിക്കുന്നതായിട്ട് കാണുന്നു. എന്നിട്ട് അവൻ ആ ഒരു ചുവന്ന ഡോറിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് 8ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നെല്ല മരിക്കുന്നതിന് 2 മാസം മുൻപ് നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മുടെ സ്റ്റീവും അവൻ്റെ ഭാര്യയും കൂടിയിട്ട് അവർക്ക് കുട്ടികളൊന്നും ജനിക്കാത്ത കാരണം ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ആ ഒരു ഡോക്ടർ അവരുടെ അടുത്ത് സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റീവ് ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു വിൻഡോയിലൂടെ നോക്കുന്ന സമയത്ത് അവിടെ അവൻ്റെ അമ്മ, അതായത് ഒലിവിയ, അവനെ നോക്കി നിൽക്കുന്നതൊക്കെയായിട്ട് അവൻ കാണുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റീവിൻ്റെ ഭാര്യ അവിടെയല്ല ഡോക്ടർ സംസാരിക്കുന്നത്, ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മനസ്സ് മാറ്റുന്നു. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പ്രസന്റ് ഡേയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഷേർലിയുടെ പേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറയുടെ കാറിൻ്റെ കീയും കാണാതായിരിക്കുകയാണ്. അത് നമ്മുടെ ലൂക്കായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നാണ് അവരുടെ വിശ്വാസം. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ആ ഒരു മൺതരികളൊക്കെ കണ്ടിരുന്നില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മുടെ ഷേർലിയുടെ വീട്ടിൽ ഒരു മോഡൽ ഹൗസ് ഉണ്ടായിരുന്നൊക്കെയായിട്ട് നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ആ ഒരു മോഡൽ ഹൗസ് താഴെ വീണ് നശിച്ചു പോയിട്ടായിരുന്നു ആ ഒരു മൺതരികളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റീവ് വന്നിട്ട് പറയുകയാണ്, അച്ഛാ നമ്മുടെ ലൂക്ക് ആകണമെങ്കിൽ നമ്മുടെ നെല്ല മരിച്ചത് കാരണം ചിലപ്പോൾ ആ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് അവൻ പോയിട്ടുണ്ടാവുക, അവനെ നമുക്ക് തേടി പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് ആകട്ടെ ഞാനും വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ്റെ കൂടെ പോകുന്നു. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് ഒരു പാസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു ഹിൽ ഹൗസിൽ വെച്ചിട്ട് നമ്മുടെ ഹ്യൂഗ് ആകട്ടെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റീവ് അവിടേക്ക് ഓടി വന്നിട്ട്, അച്ഛാ ഞാനും കൂടി സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് ഓടി വരുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് പറയും, നീ എന്നെ സഹായിക്കുന്നു വേണ്ട, 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ അമ്മ, അതായത് ഒലിവിയ, അവളുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിൽക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നീ നിൻ്റെ ലൂക്കിനെയും നെലേനൊക്കെ നോക്കേണ്ടത് ഇനി എൻ്റെ കടമയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പറയുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റീവ് ആയിട്ട് ഓക്കെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് വരാം, ഞാൻ അമ്മ എവിടെയാണെന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി പോകുന്നു. ഇപ്പോൾ അവൻ എവിടെ പോയി നോക്കിയിട്ടും അമ്മേനെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പെട്ടെന്ന് നമ്മുടെ ലൂക്കിൻ്റെ നെലയുടെ റൂം ഉണ്ടായിരുന്നില്ലേ, അവിടെ വെച്ചിട്ട് നമ്മുടെ ഒലിവിയ ആരോട് സംസാരിക്കുന്ന പോലെ കേട്ട് അവൻ കേട്ടിട്ട് ശരി മമ്മി അവിടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒലിവിയായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആരോടും അങ്ങനെ സംസാരിക്കുന്ന പോലെ അവൻ കാണുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റീവ് ചോദിക്കും, അമ്മ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഒലിവിയ പറയും, ഞാൻ ലൂക്കിനോട് നെല്ലയോടാണ് സംസാരിക്കുന്നതെന്ന് അബോധാവസ്ഥയിൽ നമ്മുടെ സ്റ്റീവിനോട് പറയുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റീവ് പറയും, അതിന് ലൂക്കിനെല്ലാം താഴെയല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഒലിവിയ പറയും, അയ്യോ മോനെ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്റ്റീവ് ആകട്ടെ ഭയങ്കര ബോറടിച്ച് വന്നിട്ട് അവൻ്റെ റൂമിൽ കയറിയിരുന്ന് ഗെയിമൊക്കെ കളിക്കാനൊക്കെ പോകുന്നു. പെട്ടെന്ന് അവൻ തൊട്ടടുത്തായിട്ട് അവിടെ ഒരു മിറർ, അതായത് ഒരു കണ്ണാടി ഇരിക്കുന്നതൊക്കെ അവൻ കാണുന്നു. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പ്രസന്റ് ഡേയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹ്യൂഗും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീവും കൂടിയിട്ട് നമ്മുടെ ലൂക്കിനെ അന്വേഷിച്ച് അവരെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റീവ് പറയും, അവൻ ഏതെങ്കിലും ഡ്രഗ് മാർക്കറ്റിലാവും പോയിട്ടുണ്ടാവുക, അവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവനെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുമെന്നൊക്കെ നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് പറയും, അതൊന്നും അവൻ ചാൻസ് ഇല്ലടാ, അവൻ 90 ദിവസം ഡ്രഗ്സ് ഒക്കെ ഒഴിവാക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ അവൻ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും പോയിട്ടുണ്ടാവുക, നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി നോക്കാമെന്നൊക്കെ നമ്മുടെ സ്റ്റീവിൻ്റെ അടുത്ത് പറയുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹ്യൂഗ് അവൻ്റെ അടുത്ത് ചോദിക്കും, നീയും നിൻ്റെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റീവ് ആകട്ടെ കുറച്ച് നേരം മിണ്ടാതിരുന്നതിന് ശേഷം പറയും, അച്ഛൻ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗ് പറയും, ഞാൻ നിൻ്റെ അച്ഛനാടാ, നിൻ്റെ നല്ലതിന് വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് നമ്മുടെ സ്റ്റീവിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് നമ്മുടെ സ്റ്റീവ് ഒരു കാര്യം പറയും, അച്ഛ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ അമ്മ, അതായത് ഒലിവി മരിച്ചു പോയിരുന്നു, അതിനുശേഷം നമ്മുടെ നെല്ലയുടെ ഹസ്ബൻഡ് ആർത്തർ മരിച്ചുപോയി, ഇപ്പോൾ ഇത് നമ്മുടെ നെല്ലയും മരിച്ചു പോയിരിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയധികം പേടിയാണ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു ഹിൽ ഹൗസിനെ പറ്റിയുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറയാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്നാൽ അവളുടെ അടുത്ത് പറയാൻ പോയപ്പോൾ അവളാകട്ടെ വളരെയധികം ദേഷ്യപ്പെട്ടിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്, അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ തെറ്റിയിരിക്കുകയാണെന്നൊക്കെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഹ്യൂഗ് പറയും, ഇതൊക്കെ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, ഇതൊന്നും വലിയ കാര്യമില്ലടാ, നീ സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ സീൻ കട്ടായിട്ട് നമ്മുടെ ഷേർലിയുടെ വീടാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഷേർലിയുടെ പിള്ളേർക്കാകട്ടെ അവരുടെ സ്കൂളിൽ എന്തോ ഹാലോവിൻ പാർട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടാക്കാനായിട്ട് ഇപ്പോൾ കെവിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ പോയതിനു ശേഷം നമ്മുടെ ഷേർലിയായിട്ട് ആ ഒരു മോഡൽ ഹൗസ് റിപ്പയർ ചെയ്യാനൊക്കെ ഇരിക്കുന്നു. അങ്ങനെ അവൾ അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു വീടിൻ്റെ ഹോണിംഗ് ബെൽ ആരും അടിക്കുന്നു. അപ്പോൾ ആരാണെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി നോക്കുന്ന സമയത്ത് അവൾ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. അവൾ തോന്നിയതാകുമെന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ വീണ്ടും വീടിൻ്റെ അകത്ത് കയറിയിട്ട് വാതിലടയ്ക്കുന്നു. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പാസ്റ്റായിട്ടുള്ള സംഭവമാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റീവ് ആകട്ടെ അവനിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തൊരു മിറർ ഇരിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു മിററിനെ പറ്റി ആ ഒരു കെയർടേക്കറുടെ വൈഫിൻ്റെ അടുത്ത് പോയിട്ട് അവൻ പറയുകയാണ്, എനിക്ക് ഈ ഒരു മിറർ പെയിൻറ്റ് അടിച്ച് എൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പെയിൻറ്റ് അടിക്കാനായിട്ട് കുറച്ച് പെയിൻറ്റ് വേണമെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു കെയർടേക്കറുടെ വൈഫ് പറയും, പെയിൻറ്റൊക്കെ ഞാൻ തരാം, പക്ഷേ ഈ മിററിനെ പറ്റി നിനക്ക് അറിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റീവ് പറയും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു കെയർടേക്കറുടെ വൈഫ് പറയുകയാണ്, ഇവിടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു വയസ്സായുള്ള സ്ത്രീ താമസിച്ചിരുന്നതാക്കിയിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സ്ത്രീക്ക് ഒരു മകളുണ്ടായിരുന്നു, ആ ഒരു മകളുടെ പേരാണ് പോപ്പിൻ ഹിൽ. അപ്പോൾ അവൾ ഉപയോഗിച്ചിരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട മിററായിരുന്നു, അവളുടെ ഇഷ്ടപ്പെട്ട മിററായിരുന്നു ഇത്. എന്നാൽ അവൾ മരിച്ചു പോയതിനു ശേഷം ഈ ഒരു മിറർ ആരും തന്നെ ഉപയോഗിച്ചിരുന്നില്ല, അതുകൊണ്ടായിരുന്നു ഈ ഒരു മിറർ ഇവിടെ വെച്ചിരുന്നതെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റീവ് ആകട്ടെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആകാംക്ഷയോട് കൂടി ആ ഒരു മിറർ നോക്കുന്നു. ഇതിനുശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ സ്റ്റീവ് ആകട്ടെ ആ ഒരു പെയിൻ്റ് ഒക്കെ വാങ്ങിയിട്ട് ആ ഒരു മിറർ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഷേർലി ആകട്ടെ വീണ്ടും ഒരു ഹോണിംഗ് ബെൽ അടിക്കുന്നു. അവൾ പുറത്ത് പോയി നോക്കുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. വീണ്ടും വീടിൻ്റെ അകത്ത് കയറി നോക്കുമ്പോൾ അവൾ ആ ഒരു സ്ട്രേഞ്ചറിനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നില്ലേ, അയാൾ അവിടെ ആ ഒരു സ്ട്രേഞ്ചർ വീട്
വീടിൻ്റെ അകത്തിരിക്കുന്നതൊക്കെ കാണുന്നു. എന്നാൽ അവൾ വീണ്ടും നോക്കുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവൾക്ക് നല്ല ടെൻഷൻ ആകുന്നു. വീണ്ടും ആ ഒരു വീടിൻ്റെ ഹോണിംഗ് ബെല്ല് അടിക്കുന്നു. അപ്പോൾ ശരി ഇതാരാണെന്ന് കണ്ടുപിടിച്ച് മതിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് നമ്മുടെ ഫ്ലോറ അവിടെ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മുടെ ഫ്ലോറ ആകട്ടെ എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മുടെ ഷേർലി ആകട്ടെ എനിക്കൊന്ന് കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വീടിൻ്റെ അകത്തേക്ക് കയറി പോകുന്നു. അവളുടെ തൊട്ട് പിന്നാലെ നമ്മുടെ ഫ്ലോറയും കയറി ചെന്നിട്ട് പറയും, എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ കേൾക്കണം. ഞാനൊന്ന് നല്ലപോലെ ബിയർ അടിച്ചിട്ടായിരുന്നു ഇരുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ കൺട്രോളേ ആയിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ പുരുഷൻ്റെ മേത്ത് കയറി വീണതെന്ന് പറയുന്നു. അല്ലാണ്ട് ഞാനും അവന് തമ്മിലൊരു ബന്ധവുമില്ല എന്നൊക്കെ നമ്മുടെ ഷേർലിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷേർലിക്കാകട്ടെ എനിക്കൊന്നും കേൾക്കണ്ട, നീ വീടിൻ്റെ പുറത്ത് പോകുന്നൊക്കെ നമ്മുടെ ഫ്ലോറിൻ്റെ അടുത്ത് പറയുന്നു. പെട്ടെന്ന് ആ ഒരു വീടിൻ്റെ ഡോർ തനിയെ ക്ലോസ് ആയിട്ട് ആ ഒരു ഡോറിൻ്റെ മുകളിൽ വന്നിട്ട് ആരോ പട്ടാന്ന് അടിച്ചിട്ട് എന്നെ അകത്ത് കയറ്റുന്നൊക്കെ പറഞ്ഞിട്ട് ഓടിയിടുന്നൊക്കെയിട്ട് അവർ കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ ഷേർലിക്കും ഫ്ലോറയ്ക്കാകട്ടെ വളരെയും ടെൻഷൻ ആകുന്നു. പെട്ടെന്ന് നമ്മുടെ ഷേർലിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. ആ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷേർലിയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും കാശ് വിഡ്രോ ആയിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പറയുന്നത് ആ ഒരു ഹിൽ ഹൗസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലാണെന്ന് ആ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷേർലി ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റീവിനെ വിളിച്ച് പറയുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റീവ് ആകട്ടെ ഓക്കെ ഞാൻ വേഗം അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് കാർ സ്പീഡിൽ ഓടിക്കുന്നു. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പാസ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റീവ് ആകട്ടെ ആ ഒരു മിറർ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് അവൻ്റെ അമ്മ ഒലിവിക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഒലിവിക്ക് ആകട്ടെ അത് വളരെയും ഇഷ്ടമായിട്ട് ചോദിക്കും, ഇത് നീ ഒറ്റയ്ക്ക് ചെയ്തതാണെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ വളരെ സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റീവ് പറയും, ഇത് അമ്മയ്ക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരാണ്, ഇത് അമ്മ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഒലിവിയായിട്ട് അതിൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ തോന്നിയിട്ട് അവൾ ആ ഒരു കണ്ണാടി അടിച്ചു പൊട്ടിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റീവിന് വളരെയും ടെൻഷനും പേടിയൊക്കെ ആവുന്നുണ്ട്. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് പ്രസന്റ് ഡേയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹ്യൂഗും അതുപോലെ തന്നെ സ്റ്റീവ് ആകട്ടെ നമ്മുടെ ലൂക്കിനെ അന്വേഷിച്ചിട്ട് ആ ഒരു പെട്രോൾ പമ്പിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് നമ്മുടെ ഹ്യൂഗ് ചെന്നിട്ട് ആ ഒരു പെട്രോൾ പമ്പ് ഉടമസ്ഥൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ലൂക്കിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും, ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയും കണ്ടിട്ടുണ്ട്, കുറച്ച് നേരത്തെ മുൻപേ വന്നിട്ട് അയാളുടെ കാറിൻ്റെ ടാങ്ക് ഫില്ല് ചെയ്തതിനു ശേഷം 5 ക്യാൻ പെട്രോൾ എക്സ്ട്രാ മേടിച്ചിട്ടാണ് അയാൾ ഇവിടെ നിന്ന് പോയതെന്ന് നമ്മുടെ ഹ്യൂഗിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹ്യൂഗിനാകട്ടെ വളരെയധികം ടെൻഷൻ ആകുന്നു. ഇനി അവൻ ആ ഒരു പെട്രോൾ വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ അവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റീവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഉടനെ തന്നെ കാർ എടുത്തിട്ട് നേരെ ആ ഒരു ഹിൽ ഹൗസിലേക്ക് വേഗം സ്പീഡിൽ പോകുന്നു. അപ്പോൾ അവർ തൊട്ട് പിന്നാലെ നമ്മുടെ ഫ്ലോറയും അതുപോലെ തന്നെ നമ്മുടെ ഷേർലി ആകട്ടെ അവരുടെ കാറിൽ ലൂക്കിനെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുകയും അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ നെല്ലയുടെ ആ ഒരു പ്രേതം അവരുടെ ഇടയിലേക്ക് ഓടി വന്നിട്ട് അലറി വിളിക്കുന്നു. അപ്പോൾ അവരും ടെൻഷൻ അടിച്ച് ഓടിയിട്ട് നിലവിളിച്ചിട്ട് കാർ സൈഡിലേക്ക് പാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലോറ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വളരെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷേർലി ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലോറ ആ ഒരു കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പറയും, ഞാനും നിന്റെ ഭർത്താവും തമ്മിൽ ഒരു ബന്ധവുമില്ലടി, ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാൻ ആ ഒരു നെല്ലയുടെ ബോഡി തൊട്ട് നോക്കിയ സമയത്ത് എനിക്കൊന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല, എൻ്റെ ഈ ആ ഒരു കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം സാഡായിട്ട് കരയുന്നു. അപ്പോൾ നമ്മുടെ ഷേർലിക്കും അവളോട് കുറ്റബോധം തോന്നിയിട്ട് അവളെ പിടിച്ച് സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇവിടുന്ന് ഈ സീൻ കട്ടായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ലൂക്കിനെയാണ്. അവനാകട്ടെ ആ ഒരു ഹിൽ ഹൗസിൽ എത്തുന്ന സമയത്ത് ആ ഒരു ഹിൽ ഹൗസിൽ നമ്മുടെ നെല്ല എത്തിയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലൂക്ക് അവിടേക്ക് വന്നിരിക്കുന്നത് ആ ഒരു വീട് മൊത്തമായിട്ട് തീയിട്ട് നശിപ്പിക്കാനായിരുന്നു. അങ്ങനെ അവൻ ആ ഒരു പെട്രോളൊക്കെ എടുത്തിട്ട് അവിടെ മൊത്തം തീയിടാൻ സമയത്ത് ആ ഒരു തീയൊക്കെ വീണ്ടും അണഞ്ഞു പോകുന്നു. അവനെ കൊണ്ട് ആ ഒരു ഹിൽ ഹൗസ് തീയിടാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ അവൻ അവിടെ നിൽക്കുന്ന സമയത്ത് അവൻ്റെ തൊട്ട് മുന്നിലായിട്ട് അവൻ്റെ അമ്മ അതായത് ഒലിവി അവനെ നോക്കിയിട്ട് വാ മകനെ എന്ന് പറയുന്നുണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ അവന് തൊട്ട് പിന്നിലായിട്ട് ആ ഒരു പോപ്പി ഹില്ലിൻ്റെ പ്രേതം വന്നിട്ട് അവൻ്റെ മുഖത്തെ കവർ ചെയ്യുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോപ്പി ഹിൽ ആരാണ്, അവളുടെ അമ്മയായിട്ടുള്ള ആ ഒരു മുത്തശ്ശി ആരാണ്, അതുപോലെ തന്നെ നമ്മുടെ ഷേർലി ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്ന ആ ഒരു സ്ട്രേഞ്ചർ അല്ലേ അയാൾ ആരാണ്, നമ്മുടെ ലൂക്കിന് ഇനി എന്ത് സംഭവിച്ചു, അങ്ങനെ തുടങ്ങിയ ഒത്തിരിയധികം സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ അതായത് നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.